So, good morning all. നമ്മളൊരു ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. So, question, design a cross drainage work given the following data at the cross section of canal and drainage. കനാലിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഫുൾ സപ്ലൈ ഡിസ്ചാർജ് 32 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, ഫുൾ സപ്ലൈ ലെവൽ 213.5 മീറ്റർ, കനാൽ ബെഡ് ലെവൽ 212 മീറ്റർ, കനാൽ ബെഡ് വിഡ്ത്ത് 20 meter, canal water depth 1.5 meter, drainage details, high flood discharge 300 meter cube per second, high flood level 210 meter, high flood depth 2.5 meter, ground level 212.5. ഇവിടെ തന്നിട്ടുള്ള കനാൽ സെക്ഷൻ എന്ന് പറയുന്നത് ട്രപ്പിസോയിഡൽ കനാൽ സെക്ഷൻ വിത്ത് 1.5 ഹൊറിസോണ്ടൽ ഈസ്റ്റ് 1 വെർട്ടിക്കൽ സ്ലോപ്സ് ആണ് തന്നിട്ടുള്ളത്. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. ക്വസ്റ്റിന് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഡ്രെയിനേജിൻ്റെ സൈസാണ് കൂടുതൽ, അതിലൂടെയുള്ള ഡിസ്ചാർജാണ് കൂടുതൽ. സോ ഹിയർ ദി ഡ്രെയിനേജ് ഈസ് ഓഫ് ലാർജ് സൈസ്. ഡ്രെയിനേജ് ലാർജ് സൈസ് ആയതുകൊണ്ട് ഡ്രെയിനേജിൻ്റെ മുകളിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ കനാൽ ഡിസൈൻ ചെയ്യുന്നത്. കനാൽ പോകുന്ന ഡ്രെയിനേജിൻ്റെ മുകളിലൂടെയാണ്. സോ അതുകൊണ്ട് ഡ്രെയിനേജ് ലാർജ് സൈസ് ആയതുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അക്വഡക്റ്റിന് അല്ലെങ്കിൽ സൈഫൺ അക്വഡക്റ്റിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ ഹിയർ ദി കനാൽ ബെഡ് ലെവൽ ഈസ് മച്ച് എബോവ് ദി ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ്. കനാലിൻ്റെ ബെഡ് ലെവൽ എന്ന് പറയുന്നത് ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിനേജിന് മുകളിലാണെങ്കിൽ, ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിനേജിന് മുകളിലാണ് കനാലിൻ്റെ ബെഡ് ലെവൽ വരുന്നതെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് അക്വഡക്റ്റിനാണ്. സോ അപ്പോൾ നമ്മളിവിടെ എഴുതുന്നത് ഹിയർ ദി ഡ്രെയിനേജ് ഈസ് ഓഫ് ലാർജ് സൈസ്, ദെയർഫോർ ഡിസൈൻ ഫോർ ആൻ അക്വഡക്റ്റ് ഓർ സൈഫൺ അക്വഡക്റ്റ്. ഹിയർ ദി കനാൽ ബെഡ് ലെവൽ ഈസ് മച്ച് എബോവ് ദി ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ്, ദെയർഫോർ ഡിസൈൻ ഫോർ ആൻ അക്വഡക്റ്റ്. സോ ദെൻ ദി ഫസ്റ്റ് സ്റ്റെപ്പ്, ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഡ്രെയിനേജ് വാട്ടർവേ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ്. ഹിയർ പി ഈക്വൽ ടു വെറ്റഡ് പെരിമീറ്റർ പി ഈക്വൽ ടു 4.75 ഇൻറ്റു റൂട്ട് ഓഫ് ക്യൂ എന്ന് പറഞ്ഞ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.75 ഇൻറ്റു ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യൂ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ്. ദാറ്റ് ഈസ് ഡിസ്ചാർജ് ഓഫ് ദി ഡ്രെയിനേജ് 300 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4.75 ഇൻറ്റു റൂട്ട് ഓഫ് 300, ദാറ്റ് ഈസ് ഈക്വൽ ടു 82.272 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് അസ്യൂമിങ് സ്പാൻസ് ആൻഡ് പിയേഴ്സ്. സ്പാനും പിയറും നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. സോ ഇവിടെ ഞാൻ അസ്യൂം ചെയ്തത് 8 സ്പാനാണ് ഞാൻ അസ്യൂം ചെയ്തത്. അസ്യൂം 8 സ്പാൻ. ഒരു സ്പാൻ എന്ന് പറയുന്നത് 9 മീറ്ററുള്ള 8 സ്പാനാണ് ഞാൻ അസ്യൂം ചെയ്തത്. 9 മീറ്റർ ഈച്ച്. അസ്യൂം 8 സ്പാൻ ഓഫ് 9 മീറ്റർ ഈച്ച്. ദെൻ യൂസിങ് 7 പിയേഴ്സ്. പിയേഴ്സിൻ്റെ നമ്പർ 7 ആയിട്ട് കിട്ടിയത് 8 സ്പാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇൻ ബിറ്റ്വീൻ ഈ 8 സ്പാനിനിടയ്ക്ക് 7 പിയറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ യൂസിങ് 7 പിയേഴ്സ് ഓഫ് 1.5 മീറ്റർ തിക്നെസ് ഈസ് യൂസ്ഡ്. ദെയർഫോർ ദ ക്ലിയർ വാട്ടർ വേ ഈക്വൽ ടു 8 സ്പാൻ ഓഫ് 9 മീറ്റർ ഈച്ച്. സോ 8 ഇൻറ്റു 9 ഈക്വൽ ടു 72 മീറ്റർ. ദെൻ ലെങ്ത് ഓക്കുപ്പൈഡ് ബൈ പിയേഴ്സ്. 7 piers of 1.5 meter thickness, so that is equal to 7 into 1.5, that is equal to 10.5 meter. Then total length of waterway L, capital L, equal to 72 plus 10.5, നമുക്ക് 82.5 meter എന്ന് പറഞ്ഞു കിട്ടും. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള അസംഷൻസ്, നമ്മളെടുത്ത അസംഷൻസ് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ സേഫ് ഡിസൈൻ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഡിസൈൻ ഓഫ് കനാൽ വാട്ടർവേ ആണ് പറയുന്നത്. ഇവിടെ കനാൽ ബെഡ് വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്, 20 മീറ്റർ ആണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു അസംഷൻ ചെയ്യുകയാണ്. ഈ കനാൽ ബെഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് അത് ഫ്ലൂം ചെയ്ത്, അതായത് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ചുരുങ്ങി 10 മീറ്ററിലോട്ട് മാറുന്നു എന്നുള്ള അസംഷൻ ഞാൻ ചെയ്യുകയാണ്. അത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ കനാൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന കനാൽ
ഈ പറയുന്ന ഡ്രെയിനേജിന് മുകളിലൂടെ ഫ്ലോ ചെയ്യാൻ നേരത്ത് അത് എന്തായി 10 മീറ്റർ ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ ഒരു സ്പ്ലേ നമ്മൾ കൊടുക്കുന്നത് പ്രൊവൈഡ് എ സ്പ്ലേ ഓഫ് 2.2:1 ഇൻ കോൺട്രാക്ഷൻ ട്രാൻസിഷൻ. സോ അവിടെ ഒരു സ്പ്ലേ, അതായത് സ്ലോപ്പ് ഞാൻ കൊടുക്കുകയാണ്. കോൺട്രാക്ഷൻ ട്രാൻസിഷൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 2:1 എന്ന് പറഞ്ഞ സ്ലോപ്പാണ് കൊടുക്കുന്നത്. Therefore, the length of contraction transition LF എന്ന് പറയുന്നത് 20 minus 10 divided by 2 into 2 that is equal to 10 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി സിമിലർലി എക്സ്പാൻഷൻ ട്രാൻസിഷനിലും ഇതേപോലൊരു സ്പ്ലേ ഞാൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. 3:1 എന്ന് പറഞ്ഞ സ്പ്ലേ ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദി ലെങ്ത് ഓഫ് എക്സ്പാൻഷൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത് 20 minus 10 by 2 into 3 that is equal to 15 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇത്രയേ ഉള്ളൂ സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്ന ഡിസൈൻ ഓഫ് കനാൽ വാട്ടർ വേയിൽ ചെയ്യുന്നത്. ദെൻ ഇനി നമ്മൾ പോകുന്നത് തേർഡ് സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. ഹെഡ് ലോസ് ആൻഡ് ബെഡ് ലെവൽസ് അറ്റ് ഡിഫറൻറ്റ് സെക്ഷൻസ്. സോ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഹെഡ് ലോസും ബെഡ് ലെവൽസും ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ 4 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 4 സെക്ഷൻ്റെയും ഹെഡ് ലോസും ബെഡ് ലെവലുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ അസ്യൂം ചെയ്യുന്നത് ഡെപ്ത് എന്ന് പറയുന്നത്, കനാലിൻ്റെ ബെഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ഇനി ഞാൻ ഓരോ സെക്ഷനായിട്ട് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ഫസ്റ്റ് സെക്ഷൻ 4 എന്ന് പറഞ്ഞ സെക്ഷൻ അസ്യൂം ചെയ്യുകയാണ്. അവിടെ ഡെപ്ത് എന്ന് പറയുന്നത് D4ൻ്റെ വാല്യൂ 1.5 മീറ്റർ ആണ് ഡെപ്ത് എന്ന് പറയുന്നത്. അവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കനാൽ എന്ന് പറയുന്നത് സെക്ഷൻ 4 ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ട്രപ്പിസോഡൽ സെക്ഷൻ ആയിരിക്കും. ട്രപ്പിസോഡൽ സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് B+ND × D എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഹിയർ ബിയുടെ വാല്യൂ 20 ആണ്. N എന്ന് പറയുന്നത് സൈഡ് സ്ലോപ്സ് ട്രപ്പിസോഡൽ കനാലിൻ്റെ സ്ലോപ്പാണ്. 1.5 ഹൊറിസോണ്ടൽ ഇസ്റ്റു 1 വെർട്ടിക്കൽ അത് തന്നിട്ടുണ്ട്. സോ എന്നിൻ്റെ വാല്യൂ 1.5 ആണ്. ഡെപ്ത് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. D4ൻ്റെ വാല്യൂ 1.5. സോ വാല്യൂസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 20 + 1.5 × 1.5 the whole into 1.5 that is equal to 33.375 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് എന്ത് കിട്ടും? ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കനാൽ കിട്ടും. ഇനി നമുക്ക് വെലോസിറ്റി അറ്റ് സെക്ഷൻ 4 V4ൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സെക്ഷൻ 4 വെലോസിറ്റി ഡിസ്ചാർജ് ബൈ ഏരിയ ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഡിസ്ചാർജ് കനാലിൻ്റെ ഡിസ്ചാർജ് ആണ്. 32 ഡിവൈഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ 33.375 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.96 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് എന്ത് കിട്ടും? വെലോസിറ്റി അറ്റ് 4 എന്ന് പറഞ്ഞ് കിട്ടും. ദെൻ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വെലോസിറ്റി ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാം. വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നത് V²/2g ആണ്. ഇവിടെ സെക്ഷൻ 4 ആയതുകൊണ്ട് V4² / 2g എന്ന് പറഞ്ഞ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിക്ക് വരാം V4 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കും. V4ൻ്റെ വാല്യൂ നമുക്കറിയാം 0.96 ആണെന്നറിയാം. സോ 0.96² ഡിവൈഡ് ബൈ 2 × 9.81 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0469 മീറ്റർ എന്ന് പറഞ്ഞ് എന്ത് കിട്ടും? വെലോസിറ്റി ഹെഡ് കിട്ടും. ഇനി നമ്മൾ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബെഡ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 212 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. Therefore, വാട്ടർ സർഫസ് എലിവേഷൻ അറ്റ് 4 വാട്ടർ സർഫസ് എലിവേഷൻ എന്ന് പറയുന്നത് 4 എന്ന് പറഞ്ഞ സെക്ഷനിലെ വാട്ടർ സർഫസ് എലിവേഷൻ ഈക്വൽ ടു കനാൽ ബെഡ് ലെവൽ പ്ലസ് കനാൽ വാട്ടർ ഡെപ്ത് ആണ്. ഇവിടെ ബെഡ് ലെവൽ ഓഫ് ദി കനാൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബെഡ് തന്നിട്ടുണ്ട് 212 എന്ന് തന്നിട്ടുണ്ട്. കനാൽ വാട്ടർ ഡെപ്ത് എന്ന് പറയുന്നത് 1.5 ആണ്. സോ 212 + 1.5 ഈക്വൽ ടു 213.5 മീറ്റർ 213.5 മീറ്റർ എന്ന് പറഞ്ഞ് എന്ത് കിട്ടും? വാട്ടർ സർഫസ് എലിവേഷൻ കിട്ടും. ദെൻ ടോട്ടൽ എനർജി ലൈൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. സെക്ഷൻ 4 ടോട്ടൽ എനർജി ലൈൻ അതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ടർ സർഫസ് എലിവേഷൻ അറ്റ് 4 പ്ലസ് വെലോസിറ്റി ഹെഡ് അറ്റ് 4. സെക്ഷൻ 4 വാട്ടർ സർഫസ് എലിവേഷൻ എന്ന് പറയുന്നത് 213.5 മീറ്റർ ആണ്. അത് പ്ലസ് 213.5 പ്ലസ് വെലോസിറ്റി ഹെഡ് 0.0469 ദാറ്റ് ഈസ് ഈക്വൽ ടു 213.546 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ സെക്ഷൻ 4 ഡീറ്റെയിൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബെഡ് ഉണ്ടായിരുന്നു,
വാട്ടർ സർഫസ് എലിവേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് റെഡ്യൂസ് ലെവൽ ഓഫ് ബെഡ് പ്ലസ് കനാൽ വാട്ടർ ഡെപ്ത് ആഡ് ചെയ്തു. ദെൻ ടോട്ടൽ എനർജി ലൈൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വാട്ടർ സർഫസ് എലിവേഷൻ്റെ കൂടെ വെലോസിറ്റി ഹെഡ് ആഡ് ചെയ്തു. ദെൻ ഇനി നമ്മൾ പോകുന്നത് സെക്ഷൻ 3.3 പോകുന്നത്. സെക്ഷൻ 3.3 ആകുമ്പോഴത്തേക്ക് അതൊരു റെക്റ്റാങ്കുലർ സെക്ഷനായിട്ട് നമുക്ക് എടുക്കുന്നുള്ളൂ. അവിടെ ബി എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്, ഡെപ്ത് D3 എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. ദെയർഫോർ അവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 10 × 1.5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. ദെൻ വെലോസിറ്റി V3 എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ ഏരിയ ആണ്. ഡിസ്ചാർജ് 32 ആണ്. 32 ഡിവൈഡ് ബൈ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 15 ആണ്. വെലോസിറ്റി ഈക്വൽ ടു 2.133 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. ദെൻ വെലോസിറ്റി ഹെഡ് ഈക്വൽ ടു V3 സ്ക്വയർ ബൈ 2G ദാറ്റ് ഈസ് ഈക്വൽ ടു 2.133 സ്ക്വയർ ബൈ 2 × 9.81 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.231 മീറ്റർ. ദെൻ ഹെഡ് ലോസ് ഡ്യൂ ടു എക്സ്പാൻഷൻ ഈക്വൽ ടു അവിടെ സെക്ഷൻ 3.3 നിന്ന് സെക്ഷൻ 4.4 വരുമ്പോഴത്തേക്ക് അവിടെ ഒരു എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. ക്രോസ് സെക്ഷണൽ ഏരിയ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എക്സ്പാൻഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ഹെഡ് ലോസ് ഉണ്ടാവും. എക്സ്പാൻഷൻ കൊണ്ട് ഒരു ഹെഡ് ലോസ് ഉണ്ടാവും. ആ ഹെഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 0.3 × V3 സ്ക്വയർ മൈനസ് V4 സ്ക്വയർ ബൈ 2G. ഇവിടെ 0.3 × V3 എന്ന് പറയുന്നത് വെലോസിറ്റി അറ്റ് സെക്ഷൻ 3.3, 2.133 സ്ക്വയർ മൈനസ് V4 വെലോസിറ്റി അറ്റ് സെക്ഷൻ 4.4 0.96 സ്ക്വയർ ഡിവൈഡ് ബൈ 2 × 9.81 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.055 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ദെൻ അവിടുത്തെ ടോട്ടൽ എനർജി ലൈൻ അറ്റ് 3.3 സെക്ഷൻ 3.3 ടോട്ടൽ എനർജി ലൈനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ലൈൻ അറ്റ് 4.4 പ്ലസ് ഹെഡ് ലോസ് ഡ്യൂ ടു എക്സ്പാൻഷൻ. സെക്ഷൻ 4.4 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ടോട്ടൽ എനർജി ലൈനിൻ്റെ കൂടെ ഹെഡ് ലോസ് ഡ്യൂ ടു എക്സ്പാൻഷൻ നമ്മൾ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 213.546 പ്ലസ് 0.055 ദാറ്റ് ഈസ് ഈക്വൽ ടു 213.601 മീറ്റർ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടോട്ടൽ എനർജി ലൈൻ അതേപോലെ വാട്ടർ സെക്ഷൻ 4.4 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂസ് കറക്റ്റായാൽ മാത്രമേ ഈ 4 സെക്ഷനിലോട്ടും പോകുന്ന വാല്യൂസ് ടോട്ടൽ എനർജി ലൈൻ ആയാലും വാട്ടർ സർഫസ് എലിവേഷൻ ആയാലും ബെഡ് ലെവൽ ആയിരുന്നാലും കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും സെക്ഷൻ 4.4 വാല്യൂസിൽ ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. അത് കെയർഫുള്ളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് വാട്ടർ സർഫസ് എലിവേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. സെക്ഷൻ 3.3 വാട്ടർ സർഫസ് എലിവേഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. വാട്ടർ സർഫസ് എലിവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ എനർജി ലൈൻ അറ്റ് 3.3 മൈനസ് വെലോസിറ്റി ഹെഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ വാട്ടർ സർഫസ് എലിവേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 213.601 മൈനസ് 0.231 ഈക്വൽ ടു 213.37 മീറ്റർ എന്ന് പറഞ്ഞ് വാട്ടർ സർഫസ് എലിവേഷൻ കിട്ടും. ഇനി വാട്ടർ സർഫസ് എലിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബെഡ് ലെവൽ അറ്റ് 3.3 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ടർ സർഫസ് എലിവേഷൻ അറ്റ് 3.3 മൈനസ് ഡെപ്ത് ഓഫ് കനാൽ. വാട്ടർ സർഫസ് എലിവേഷൻ 3.3 വാട്ടർ സർഫസ് എലിവേഷൻ എന്ന് പറയുന്നത് 213.37 മീറ്റർ ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. മൈനസ് ഡെപ്ത് ഓഫ് കനാൽ 1.5 മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 211.87 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമ്മൾ സെക്ഷൻ 2.2 പോകുന്നത്. സെക്ഷൻ 2.2 പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സെക്ഷൻ 2.2 സെക്ഷൻ 3.3 രണ്ടും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ്. അവിടുത്തെ ഡെപ്ത് രണ്ടും സെയിം ആണ്. D2 = D3 ആയിരിക്കും. ഇവിടെ നമ്മൾ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാര്യം ഒരു കോൺട്രാക്ഷൻ കഴിഞ്ഞ് വരികയാണ്. സെക്ഷൻ 1.1 നിന്ന് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വരികയാണ്. സോ അവിടെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്
മാനിങ്സ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് HF ഈക്വൽ ടു n² v² ഡിവൈഡ് ബൈ r⁴/3 ദി ഹോൾ ഇൻറ്റു L. ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റൂഗോസിറ്റി കോഎഫിഷ്യൻ്റ് ആണ്. നമ്മൾ ചെയ്യുന്നത് ടൈപ്പ് 3 അക്വഡക്റ്റ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനുള്ളതും ടൈപ്പ് 3 അക്വഡക്റ്റ് ആണ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മേസൺറി വർക്കൊന്നും നമ്മൾ യൂസ് ചെയ്യത്തില്ല ടൈപ്പ് 3 അക്വഡക്റ്റിൻ്റെ കൺസ്ട്രക്ഷന്. അപ്പോൾ അതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ കോൺക്രീറ്റിന് ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ റൂഗോസിറ്റി കോഎഫിഷ്യൻ്റ് n ഈക്വൽ ടു 0.016 ആണ് എന്നിൻ്റെ വാല്യൂ. വെലോസിറ്റി എന്ന് പറയുന്ന v2 ആണ് വെലോസിറ്റി അറ്റ് സെക്ഷൻ 22. r എന്ന് പറയുന്ന ഹൈഡ്രോളിക് മെയിൻ ഡെപ്ത് ആണ്. എല്ലിൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് ഓഫ് വാട്ടർവേ എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. HF ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ അറിയാം, n ഈക്വൽ ടു 0.016. ദെൻ L ഈക്വൽ ടു 82.5 മീറ്റർ ആണ്. r എന്ന് പറയുന്ന ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുന്നത് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ്. ഏരിയ എന്ന് പറയുന്ന BD ആണ്, വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് B+2D ആണ്. സോ BD ഡിവൈഡ് ബൈ B+2D ദാറ്റ് ഈസ് ഈക്വൽ ടു 10 into 1.5 divided by 10 plus 2 into 1.5 that is equal to 1.153 meter എന്ന് പറഞ്ഞു കിട്ടും. ഇവിടെ V2ൻ്റെ വാല്യൂവും V3യുടെ വാല്യൂവും സെയിം ആണ്. അത് നമ്മൾ V ആയിട്ട് എടുക്കുകയാണ്. ഈ n² v²ൽ Vയുടെ വാല്യൂ എന്ന് പറയുന്നത് V2 ഈക്വൽ ടു V3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.133 മീറ്റർ പെർ സെക്കൻഡ് ആണ്. HF എന്ന് പറയുന്നത് 0.016 square into 2.133 square divided by 1.153 the whole raised to 4/3 the whole into 82.5 that is equal to 0.079 meter എന്ന് പറഞ്ഞു കിട്ടും. ദെൻ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. ടോട്ടൽ എനർജി ലൈൻ അറ്റ് സെക്ഷൻ 22. സെക്ഷൻ 22ൽ ടോട്ടൽ എനർജി ലൈൻ ഈക്വൽ ടു TEL അറ്റ് 33 പ്ലസ് HF ആയിരിക്കും. TEL അറ്റ് 33 ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു 213.601 പ്ലസ് HF 0.079 ദാറ്റ് ഈസ് ഈക്വൽ ടു 213.608 മീറ്റർ ആയിരിക്കും. ദെൻ വാട്ടർ സർഫസ് എലിവേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ടർ സർഫസ് എലിവേഷൻ ഈക്വൽ ടു TEL അറ്റ് 22 ടോട്ടൽ എനർജി ലൈൻ അറ്റ് 22 മൈനസ് വെലോസിറ്റി ഹെഡ്. ഇവിടെ വെലോസിറ്റി ഹെഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ 213.608 മൈനസ് വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നത് സെക്ഷൻ 33ലെ വെലോസിറ്റി ഹെഡ് തന്നെയാണ് നമ്മൾ സെക്ഷൻ 22ലും എടുക്കുന്നത്. സിൻസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് സെയിം. സോ 0.231 that is equal to 213.449 meter. Therefore, then bed level at section 22 that is equal to water surface elevation at 22 minus depth. So that is equal to 213.449 minus 1.5 that is equal to 211.949 meter. ദെൻ ഇനി നമ്മൾ സെക്ഷൻ 1.1 വരികയാണ്. സെക്ഷൻ 1.1 വരുമ്പോഴത്തേക്ക് അവിടെ സെക്ഷൻ 1.1ലും സെക്ഷൻ 4.4 നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ടും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ്. ട്രപ്പിസോഡൽ സെക്ഷൻ ആണ് അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഡെപ്ത് സെയിം ആണ്. D1 ഈക്വൽ ടു D4 ആയിരിക്കും, 1.5 മീറ്റർ ആയിരിക്കും. വെലോസിറ്റി V1 ഈക്വൽ ടു V4 ഈക്വൽ ടു 0.96 മീറ്റർ ആയിരിക്കും. വെലോസിറ്റി ഹെഡ് അറ്റ് സെക്ഷൻ 4.4 ദാറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു വെലോസിറ്റി ഹെഡ് at section 1.1 that is equal to 0.0469 meter. ഇനി സെക്ഷൻ 1.1ൽ നിന്ന് സെക്ഷൻ 2.2ലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു കോൺട്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഏരിയ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു കോൺട്രാക്ഷൻ ലോസ് ഉണ്ടാകും. കോൺട്രാക്ഷൻ ലോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് 0.2 ഇൻറ്റു V2² മൈനസ് V1² ഡിവൈഡ് ബൈ 2G ആയിരിക്കും. ഇവിടെ 0.2 ഇൻറ്റു V2² നമുക്കറിയാം 2.133² മൈനസ് V1² 0.96² ഡിവൈഡ് ബൈ 2 ഇൻറ്റു 9.81 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.037 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും.
ഇനി TEL ടോട്ടൽ എനർജി ലൈൻ അറ്റ് 1 ഈക്വൽ ടു TEL അറ്റ് 2 പ്ലസ് കോൺട്രാക്ഷൻ ലോസ്. അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് TEL അറ്റ് 1122 എന്ന് പറയുന്നത് 213.68 പ്ലസ് 0.037 ദാറ്റ് ഈസ് ഈക്വൽ ടു 213.717 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ദെൻ വാട്ടർ സർഫസ് എലിവേഷൻ അറ്റ് 11 ഈക്വൽ ടു ടോട്ടൽ എനർജി ലൈൻ അറ്റ് 11 മൈനസ് വെലോസിറ്റി ഹെഡ് ആയിരിക്കും. സോ TEL അറ്റ് 11 എന്ന് പറയുന്നത് 213.717 മൈനസ് വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നത് 0.0469 ദാറ്റ് ഈസ് ഈക്വൽ ടു 213.67 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ദെൻ ബെഡ് ലെവൽ അറ്റ് 11 എന്ന് പറയുന്ന വാട്ടർ സർഫസ് എലിവേഷൻ അറ്റ് 11 മൈനസ് ഡെപ്ത് ഓഫ് കനാൽ 213.67 മൈനസ് 1.5 ഈക്വൽ ടു 212.17 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ നോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ടോട്ടൽ എനർജി ലൈൻ, വാട്ടർ സർഫസ് എലിവേഷൻ, റെഡ്യൂസ്ഡ് ലെവൽ, ഇത് 4 ഞാൻ മാർക്ക് ചെയ്തിരിക്കുകയാണ്. സെക്ഷൻ 11, സെക്ഷൻ 22, സെക്ഷൻ 33 ആൻഡ് സെക്ഷൻ 44. ഈ 4 സെക്ഷനിലുള്ള TEL, വാട്ടർ സർഫസ് എലിവേഷൻ, റെഡ്യൂസ്ഡ് ലെവൽ, ഇത് 4 ഞാൻ പ്ലോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയാണ് തേർഡ് സ്റ്റെപ്പിലുള്ളത്, ഹെഡ് ലോസ് ആൻഡ് ബെഡ് ലെവൽസ് അറ്റ് ഡിഫറൻറ്റ് സെക്ഷൻസ്. ഇവിടെ നമ്മൾ സെക്ഷൻ 44 ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കുക. സെക്ഷൻ 44 നമ്മൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിച്ച് അവിടെ നിന്ന് വെലോസിറ്റി കണ്ടുപിടിച്ച്, വെലോസിറ്റി ഹെഡ് കണ്ടുപിടിച്ച്, എന്നിട്ട് എന്ത് ചെയ്തു, ടോട്ടൽ എനർജി ലൈൻ, അതേപോലെ വാട്ടർ സർഫസ് എലിവേഷൻ, ബെഡ് ലെവൽ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി സെക്ഷൻ 33 വന്നപ്പോഴും സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് തേർഡ് സ്റ്റെപ്പിൽ വരുന്നത്. ഇനി നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നത് ഡിസൈൻ ഓഫ് ട്രാൻസിഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ട്രാൻസിഷൻസ് ഉണ്ട്. കോൺട്രാക്ഷൻ ട്രാൻസിഷനും ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പാൻഷൻ ട്രാൻസിഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ അസ്യൂം ചെയ്ത് ഡെപ്ത് ത്രൂ ഔട്ട് ദ സെക്ഷൻ കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. 1.5 മീറ്റർ ആണ് ഡെപ്ത് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് സിൻസ് ദ ഡെപ്ത് ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്, ദ ട്രാൻസിഷൻ ക്യാൻ ബി ഡിസൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് മിട്രാസ് ഹൈപ്പർബോളിക് ട്രാൻസിഷൻ. ഇവിടെ മിട്രാസ് ഹൈപ്പർബോളിക് ട്രാൻസിഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സെക്ഷൻ 11ഉം സെക്ഷൻ 22ൻ്റെയും ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഡ്രോയിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഡ്രോയിങ്ങിൽ ഈ പറഞ്ഞ മിട്രാസ് ഹൈപ്പർബോളിക് ട്രാൻസിഷൻ അനുസരിച്ച് വേണം എന്ത് ചെയ്യാനുള്ളത്, വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു സെക്ഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ BX എന്ന് പറഞ്ഞൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് X മീറ്റർ മാറിയിട്ടായിരിക്കും. സെക്ഷൻ 22ൽ നിന്ന് X മീറ്റർ മാറിയിട്ടായിരിക്കും ആ BX എന്ന് പറയുന്ന സെക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സെക്ഷൻ 11ൽ നിന്ന് സെക്ഷൻ 22ലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ലെങ്ത് ഓഫ് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 2:1 പ്ലെയിൻ ഞാൻ കോൺട്രാക്ഷൻ ട്രാൻസിഷന് കൊടുത്തായിരുന്നു. അത് വെച്ചിട്ട് ലെങ്ത് ഓഫ് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ എന്ത് ചെയ്ത് 20 - 10/2 the whole into 2 equal to 10 മീറ്റർ ആണെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മിട്രാസ് ഹൈപ്പർബോളിക് ട്രാൻസിഷനിൽ മിട്രാസ് ഹൈപ്പർബോളിക് ഇക്വേഷൻ എന്ന് പറയുന്നത് BX equal to BN into BF into LF divided by LF into BN divided minus X into BN minus BF. ഇവിടെ BF എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. LF എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ 10 മീറ്റർ ആണ്. BN എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. BN ഉം BF എന്ന് പറയുന്നത് ട്രപ്പീസോയിഡൽ സെക്ഷൻ ആണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 20 മീറ്റർ ആയിരുന്നു. എന്ത് ചെയ്ത് അതിൻ്റെ വിഡ്ത്ത് റെഡ്യൂസ് ചെയ്ത് 10 മീറ്റർ ആയെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് അതാണ് BF ആയിട്ട് 10 മീറ്റർ ആയിട്ട് എടുക്കുന്നത്. ഇനി ഈ വാല്യൂസ് ഞാൻ ഈ BX എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ 20 × 10 × 10 ഡിവൈഡ് ബൈ 10 × 20 മൈനസ് എക്സ് ഇൻറ്റു 20 മൈനസ് 10. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് 2000 ഡിവൈഡ് ബൈ 200 മൈനസ് 10x എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അവിടെ സെക്ഷൻ 11 തൊട്ട് സെക്ഷൻ 22 വരെയുള്ള ലെങ്ത് ഓഫ് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്താണ്, 1 to 10 10 മീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്.
സോ അവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to 10 വരെയാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ 0 to 10 വരെയുള്ള ഓരോ വാല്യൂസിനും ബി എക്സിൻ്റെ വാല്യൂ എത്ര വരുമെന്നുള്ളതാണ് തൊട്ട് താഴെ ടേബിൾ വരച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് എക്സ് ഇൻ മീറ്റേഴ്സ് ആൻഡ് ബി എക്സ് ഇൻ മീറ്റേഴ്സ്. എക്സിൻ്റെ വാല്യൂ 0, 2, 4, 6, 8, 10. Then corresponding values of bx are calculated as 10, 11.11, 12.5, 14.29, 16.67 and 20. അങ്ങനെയാണ് എന്ത് ചെയ്തത് ബി എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് എക്സ്പാൻഷൻ ട്രാൻസിഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എക്സ്പാൻഷൻ ട്രാൻസിഷനിൽ സെക്ഷൻ 3.3 തൊട്ട് സെക്ഷൻ 4.4 വരെയുള്ള ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. ലെങ്ത് ഓഫ് എക്സ്പാൻഷൻ ട്രാൻസിഷൻ LFൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15 മീറ്റർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. BN BFൻ്റെ വാല്യൂ BNൻ്റെ വാല്യൂ 20 മീറ്ററും BFൻ്റെ വാല്യൂ 10 മീറ്ററുമാണ്. Therefore BX equal to BN into BF into LF divided by LF into BN minus X into BN minus BF. സെയിം ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഒരേ ഒരു വാല്യൂ മാത്രമേ എന്തുള്ളൂ വ്യത്യാസമുള്ളൂ. അതായത് LFൻ്റെ വാല്യൂ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 3000 ഡിവൈഡ് ബൈ 300 മൈനസ് 10x എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. ഇവിടെ എക്സ് വേരി ചെയ്യുന്നത് ലെങ്ത് ഓഫ് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ ആണ്. 0 to 15 വരെയാണ് വേരി ചെയ്യുന്നത്. സോ ഓരോ എക്സിൻ്റെ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി എക്സിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. സോ എക്സ് വേരീസ് ഫ്രം 0, 2, 4, 6, 8, 10, 12, 14, 15 എന്നുള്ള വാല്യൂസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി എക്സ് 10, 10.71, 11.54, 12.5, 13.64, 15, 16.67, 18.75 and 20. ഈ ബി എക്സ് എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. അവിടുത്തെ ഈ 20 ഇപ്പോൾ എക്സ്പാൻഷൻ ട്രാൻസിഷൻ നോക്കിക്കഴിഞ്ഞാൽ 10ൽ നിന്ന് 20ലോട്ട് പോകും തോറും ഓരോ 2 മീറ്റർ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഹൈറ്റ് എന്ത് ചെയ്യും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. 10 മീറ്റർ എന്നുള്ളത് എന്തായി 2 മീറ്റർ കൂടി കൂടിയപ്പോൾ 10.71 ആയി. 4 മീറ്റർ കൂടിയപ്പോൾ 11.54 ആയി. അങ്ങനെ ഒരു ട്രാൻസിഷനാണ്. അങ്ങനെ ഹൈറ്റ് കൂടി പോയാണ് എന്ത് ചെയ്യുന്നത് 20ൽ വന്ന് നിൽക്കുന്നത് 15 മീറ്റർ ആകുമ്പോഴത്തേക്ക്. അതാണ് സിമ്പിളായിട്ട് അവിടെ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡിസൈൻ ഓഫ് ട്രഫ്. ട്രഫിൻ്റെ ഡിസൈനാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രഫ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ ഡ്രെയിനേജിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്ന ഈ കനാലാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ ട്രഫിനെ രണ്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 2 ഈക്വൽ കമ്പാർട്ട്മെൻ്റായിട്ട് 5 മീറ്റർ വിഡ്ത്തുള്ള ഈക്വൽ കമ്പാർട്ട്മെൻ്റായിട്ട് എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു വാൾ കൊടുത്തിട്ടുണ്ട്. ആ വാളിൻ്റെ തിക്നെസ് 0.3 മീറ്റർ ആണ്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ ഫ്രീ ബോർഡ് ഓഫ് 0.6 മീറ്റർ എബോവ് ദി നോർമൽ വാട്ടർ ഡെപ്ത് ഓഫ് 1.5 മീറ്റർ ഈസ് സഫിഷ്യൻറ്റ്. അപ്പോൾ ഈ 2 കമ്പാർട്ട്മെൻറ്റിലൂടെയും വാട്ടർ ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ ഈ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് എന്ത് ചെയ്ത് ഒരു ഫ്രീ ബോർഡ് നോർമൽ വാട്ടർ ലെവലിനെ കാട്ടിയും 0.6 മീറ്റർ എബോവ് ആയിട്ട് ഒരു ഫ്രീ ബോർഡ് കൊടുത്തു. അതായത് 1.5 മീറ്ററിന് മുകളിലായിട്ടൊരു ഫ്രീ ബോർഡ് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിലാണ് എന്ത് ചെയ്തത് ഈ പറഞ്ഞ കണക്ക് ഇൻസ്പെക്ഷൻ വേണ്ടിയിട്ടുള്ള റോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദ ഇൻ്റർസെക്ഷൻ ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ മോണോലിത്തിക് RCC. ആ ടോട്ടൽ ത്രൂ ഔട്ട് ദി സെക്ഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് മോണോലിത്തിക് ആയിട്ട് ഒരേ മിക്സ് പ്രൊപ്പോർഷനിലുള്ള RCC വെച്ചിട്ടാണ് എന്ത് ചെയ്തുള്ള കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് അക്വഡക്റ്റിൻ്റെ ഡിസൈൻ.